ഇന്ന് നമ്മൾ നല്ല ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ. പിന്നെ നമ്മളെ ഉത്രാടാണ്, ഉത്രാട ദിന ആശംസകൾ. അപ്പോൾ ഇന്ന് നബിദിനായിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ നബിദിനം വരവേൽക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. അതുകൊണ്ടൊരു ഇതിട്ടാ നമുക്ക് പരിപാടികളൊക്കെ നല്ല രീതിയിൽ ആയില്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു എന്തോ ഒരു പോലെ നിൽക്കണം. ചില നബിദിനത്തിന് അന്നൊക്കെ ഇതുപോലെ ചെറിയ മഴ ഉണ്ടാവലുണ്ട്, പക്ഷെ ആ സമയത്തേക്കൊക്കെ ഓക്കെ ആവലുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് പായസം ഒന്നും കഴിയില്ല. അമ്മയ്ക്ക് ഇപ്പോ എല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ കീമോ കഴിഞ്ഞ്, രണ്ടാമതും അസുഖം വന്ന കീമോ കഴിഞ്ഞിട്ടില്ല, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. കീമോയിലാണ്, ഇനി 31-ാം തീയതിയാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക, ഫസ്റ്റ് പറയുക. അതാണ് നമുക്ക് മെയിൻ വേണ്ടത്. അപ്പൊ ഇൻഫെക്ഷൻ വന്നിട്ട് ഇങ്ങനെ അതാണ് മൊത്തം ഒരു ഉഷാറില്ലാത്ത, അല്ലെങ്കിൽ ചിർച്ച എപ്പോഴും നിക്കല്, എല്ലാവരും പുറത്തിറങ്ങലില്ല. പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നതൊക്കെയാണ്. അതെ, അപ്പൊ നമ്മളെ മഹലിന്ന് കുറച്ച് സമയം കൊണ്ട് നമ്മളെ നബിദിന റാലി വരും പറഞ്ഞിട്ടുണ്ട്. അപ്പഴേക്ക് നമ്മളിതാ നോട്ടുമാല ഓക്കെയാണ്. ഇന്ന് രാവിലെ തന്നെ ചെറുതാട്ടാ, കാരണം പ്രാവശ്യം ചെറുതോ വലുതോ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഇത് ചെയ്തിരിക്കും. അപ്പൊ ഇന്ന് രാവിലെ റെഡിയാക്കി ഇത് തുടർന്ന് പോണോ എന്നോട് പറയണേ കേട്ടോ. ഇനി ഓനാണ് വീഡിയോ കണ്ടാ മതി എപ്പോഴെങ്കിലും. നിജാണ് ഇതിന്റെ ആള്. അപ്പൊ അതാ നമ്മള് നോട്ടുമാല നോക്കി രാവിലെ ഇരുന്ന് കെട്ടിയതാണ്. യാതൊരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല കേട്ടോ. വീഡിയോ ഇങ്ങനെ കണ്ട് ഓർത്ത് നോക്കിയാൽ മതി, അപ്പൊ എനക്ക് മുടക്കാൻ തോന്നൂല. താത്താ നോട്ടുമാല ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് നോട്ടുമാല റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ബിസ്ക്കറ്റുകളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. 300-ഓളം അധികം കുട്ടികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാരും വന്നിട്ട് ഇവിടെ കളിക്കുമ്പോൾ കളിക്കും. പിന്നെ എല്ലാരും പ്രാർത്ഥിക്കും. പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ഈ നബിദിനത്തിലൂടെയുള്ള പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അറിയാലോ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും അറിയില്ല, വീടുണ്ടായിരുന്നില്ല, വീടായി, ഓരോ കാര്യങ്ങൾ എപ്പോഴും സെറ്റപ്പായി. കഴിഞ്ഞ പ്രാവശ്യം അടുക്കള ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ പ്രാർത്ഥന ഓരോന്ന് ഈ നബിദിനായപ്പത്തിന് അടുക്കളയായി, എല്ലാതായി. അസുഖം പിന്നെ പറഞ്ഞാലും എന്തായാലും പറയാൻ പറ്റും, അത് എന്തായാലും ഉണ്ടാവും. എന്നാലും പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ പോകണം. അതെ, എല്ലാരും പ്രാർത്ഥനയിലും ഉണ്ടാവുക. പിന്നെന്താ പറയാ, നമ്മളെ കഴിഞ്ഞ ഉസ്താദുമാരൊക്കെ നമ്മൾക്ക് വേണ്ടിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ വർഷം അതിനായിട്ട് നമ്മള് കോണ്ടാക്ട് ഇട്ടപ്പോഴും അപ്പൊ എല്ലാരും ഉസ്താദുമാർക്കും ഞങ്ങളെ നബിദിനാശംസകളുണ്ട്. അതെ, വീണ്ടും നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം. പിന്നെ മുമ്പത്തെ ഉസ്താദും പിന്നെ വന്ന ഉസ്താദും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരലും ഉണ്ട്. നബിദിനത്തിന് അല്ലാതെ തന്നെ നമ്മളെ കാണാനൊക്കെ വന്നിട്ടുണ്ട്, യാത്ര പറയാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പുതിയ ഉസ്താദാണ്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് കാണും. അപ്പൊ ആ ഒരു ആകാംക്ഷ ഉണ്ട്, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ നബിദിന വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി വരുന്ന റാലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ. പിന്നെ ഒക്കെ എന്താ വെച്ചപ്പോ ഇങ്ങനെ ഇതാകൊണ്ട് പോണായാലും നമുക്ക് ആഘോഷങ്ങളൊന്നും ഇല്ല, തീർച്ചയായിട്ടും ഇങ്ങനെ അതാണ്. പക്ഷേ അതെ, നമുക്ക് വർഷത്തിൽ ഒരിക്കലും നമ്മളൊന്നും കൂടി ഗംഭീരാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റാത്ത കണ്ടീഷൻ. അതെ, അന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം നമുക്ക് ഇതിലും മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. അല്ല, കവറിപ്പൊ പൊട്ടിക്കണ്ട, കാരണം ബിസ്ക്കറ്റുകൾ തണുത്ത് പോകും. അപ്പൊ പാത്രമൊക്കെ കൊടുന്ന് വെച്ചാൽ പിന്നെ എന്താ പറയാ, പെട്ടെന്ന് ഇതിക്ക് ആക്കിയിട്ട് കുട്ടികൾക്ക് ഇത് തന്നെ നബിദിനത്തിന് സൗകര്യം മാറട്ടെ. അപ്പം അസുഖം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ, അതങ്ങനെ ദൈവത്തിനോട് നമ്മളത് അങ്ങനെ പറയരുത്. ദൈവം തന്നതാണ്, ദൈവം തന്നെ അതിലൊരു വഴി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത്രയാക്കി തന്ന ദൈവത്തിനും നന്ദി കൊടുക്കണം അല്ലേ. നമ്മൾക്ക് ഇങ്ങനെ ഒരു വീട്ടിലിരിക്കാൻ പറ്റിയല്ലോ. കഴിഞ്ഞ നമ്മളെ കാലങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർക്കാൻ തന്നെ സങ്കടമാണ്. അപ്പൊ അതിന് നല്ലതായിരിക്കാം. അപ്പൊ എന്റെ സുഖം കൂടി ഉണ്ടാവൂലെന്നും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ പോട്ടെ. എല്ലാവരും പ്രാർത്ഥന ഉണ്ട്, അത് മതി നമുക്ക്, സന്തോഷാണ്. ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് മഴയാണ്, അതിന്റെ പരിമിതികളൊക്കെ വെച്ച് കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ അവിടെ പോയി കൊടുക്കുക,
നോട്ടുമാല ഇടാൻ എന്താ ഈ മഴ ആയതുകൊണ്ട് നോട്ടുമാല ഇടാൻ കഴിയില്ല. എങ്ങനെയാലും നമ്മളവിടെ എത്തിക്കും. അതെ, നമ്മളെ ഈ വീട്ടിലേക്ക് റോട്ടിക്ക് വരുന്നുണ്ട്, കുറച്ച് റോഡ് ഉള്ളോടത്ത് കൊണ്ടുപോയി കൊടുക്കും നമ്മൾ. അതെ, പിന്നെ മെയിൻ റോഡ് എന്ന് പറയുന്നത് ഒരു നീളം അങ്ങോട്ട് പോകാനുള്ള മഴ റോഡാണ്. മഴ ഇങ്ങനെ ചെറിയ പൂത്തരൊക്കെ ഉണ്ട്. മഴയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ പൂത്തരൊക്കെ ഒരുക്കിണ്ട്. പൂത്തരല്ല, പൂവിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പൊ നമ്മൾ ചായക്കും കടിക്കൊന്നും കിടന്നിട്ടില്ല. പിന്നെ നെഗറ്റീവ് വരുന്ന ആൾക്കാരോട് നമ്മളിത് ഇപ്പൊ തുടങ്ങിയ പരിപാടിയല്ല. ചില നെഗറ്റീവ് ഇതിലും പറയും. കാരണം യൂട്യൂബ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നുള്ള തുടങ്ങിയ പരിപാടികളത്. നമ്മൾ ചാനൽ ഉണ്ടായപ്പോൾ എല്ലാവർക്കും ഇതൊരു മാതൃക ആയിക്കോട്ടെ ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. നമ്മളോട് ഉസ്താദ് അന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തത് അതങ്ങനെ തുടർന്ന് പോരുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളി എന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർ അങ്ങനെ വരും, പലത് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അത് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ എടുക്കണ്ട. കാരണം അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ മാറാൻ പോണില്ല, ഈ ഒരു പോക്കേ പോവുള്ളൂ. കാരണം നമ്മള് അത് കുരു പൊട്ടണ കുറെ ആൾക്കാരുണ്ടാവും. അതൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ഫോൺ കോൾ ഇതായിട്ട് വലിയ കാര്യങ്ങളൊക്കെ വരലുണ്ട്. പക്ഷെ നമ്മളത് ആരോടും പറയാൻ ചർച്ചയാക്കാൻ നിൽക്കില്ല. അപ്പൊ ഒരു പൊട്ടണോല് പൊട്ടിക്കോട്ടെ, നമുക്ക് വിഷയമല്ല, നമ്മളത് കൊടുത്തോണ്ട് പോകും. അതെ, നമ്മളെ അച്ഛന്റെ അമ്മ അങ്ങനെയുള്ളതാണ്. അതിപ്പോ ഇങ്ങനെ വന്നു സന്തോഷം അമ്മേന്റെ ഉള്ളത്. ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ ഇതിക്ക് ചേർന്നു. ഇപ്പൊ ഞാൻ എന്റെ അപ്പൂസിന് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങള് അങ്ങനെ വരും തലമുറ ഇങ്ങനെ ഇതേ സൗഹൃദത്തിൽ പോണം, ഒത്തൊരുമയിൽ പോണം. അതിൽ ജാതി മതം ഒന്നും ഇല്ല, അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഇതില് നെഗറ്റീവ് അടിക്കരുത്, പറയരുത്. നമ്മളെ ജാഥ ഇവിടെ എത്തിട്ടോ, പഠിക്കലെത്തി തുടങ്ങി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമ്പർ 1 തയ്യാറാകും. നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും നമുക്ക് സ്വീകരണം നൽകുന്ന മാന്യദേഹമാണ്. ഈ വർഷവും വലിയതായിരിക്കുന്ന ഒരു സ്വീകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ നോട്ടുമാല അവർ നമുക്ക് വേണ്ടി തയ്യാറുണ്ട്. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കുമൊക്കെ നോട്ടുമാലയും അതുപോലെ മറ്റുള്ള പലഹാരങ്ങളൊക്കെ നൽകി എല്ലാ വർഷവും നമുക്ക് സ്വീകരണം നൽകുന്നതാണ്. ബാക്കില വളരെ സന്തോഷമുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ നാട്ടില്. ബാബുട്ടൻ അതുപോലെ ചേച്ചിയൊക്കെ അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് നല്ലൊരു സ്വീകരണം, നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ സത്യസന്ദേശം വിളിച്ചെഴുതുന്ന ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ മുതിർന്നത് എന്തുകൊണ്ടും നല്ല സ്നേഹം അർഹിക്കുന്നു എന്ന് കൊണ്ട് നമ്മൾ
ഒരു മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല നമ്മുടെ മഹത്വമാല നൽകുന്നത് ബാബുട്ടന്റെ അമ്മയാണ്, നമ്മുടെ ഉസ്താദിനാണ് അറിയിക്കുന്നത്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉസ്താദിനെയും നമ്മുടെ അമ്മയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വീകരിക്കുമാറാവട്ടെ. അവർക്ക് നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. سامحا بالروح بالمهدي تنجينا من الحرم اللهيب النار ഇതിന് അടിപൊളിയില്ലേ? ഞങ്ങള് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ അത് കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ്. 10 ആയിട്ടുള്ളൂ. 10 കഴിഞ്ഞു. ചായ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ബേജാറിലിരിക്കല്ലേ, അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ കഴിഞ്ഞു. അടിപൊളിയായി, ഉഷാറായി. നമുക്ക് കിട്ടി മുട്ടായിട്ടാ. അതാണ് ഇത്. അത് പാത്രത്തിന് ഇട്ട് വെച്ചതാണ്. അപ്പൊ ഇപ്രാവശ്യം അവന് അമ്മക്ക് മാലണ്ടാൻ പറ്റി. പുതിയ ഉസ്താദാണ്, വെള്ളിയിലാകുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഉസ്താദാണ്. അമ്മയ്ക്ക് പ്രാർത്ഥന നേരിട്ട് കിട്ടിക്കോട്ടെ. ഒരങ്ങനെ തീരുമാനിച്ചാണ്. എല്ലാ ഉസ്താദുമാരും നമുക്ക് പരിചയപ്പെടാനുള്ള വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഇങ്ങനെ കൊടുക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മളെ പ്രാർത്ഥന. നമ്മളെ കൂടി ആഘോഷല്ലേ അമ്മ പറയും. എന്നാലും സുഖമല്ല കേട്ടോ. നമുക്ക് വർത്താനം പറയുന്നൊരു ഉഷാർ കിട്ടാത്തല്ല എന്നല്ല, അത് വളരെ സന്തോഷം തന്നെയാണ്. ഈ ഒരു അസുഖത്തിന്റെ കാര്യം അതാണ് ആവശ്യമില്ല. ഇത് മാറിയിട്ട് ഇപ്പൊ ഇനി കീമോ ഇപ്പൊ 2ാമത് വന്നിട്ട് ഇപ്പൊ 2 കഴിഞ്ഞു. 3ാമത്തെ പറഞ്ഞില്ല 30 നമ്മള് നാളെ സദ്യയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇന്നിപ്പോ സദ്യ ചേച്ചിന്റെ വീട്ടിക്ക് പോണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പോയി പോരാൻ വേണ്ടിട്ട് ഈ പരിപാടിയിൽ കൈയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പരിപാടി ഇപ്പൊ അവിടെ എത്തിഞ്ഞ അവിടെ കുറച്ചപ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ട്. വീട്ടിൽ സ്ഥിരമായിട്ട് കൊടുക്കേണ്ട വീടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ ഈ ആൾക്കാരുടെ കൂടെ വന്നിട്ട് ഇൻഫെക്ഷൻ ആക്കേണ്ടതായിട്ടാണ് പോവാത്തത്. പിന്നെ രാത്രി പരിപാടിയൊക്കെ ഉണ്ട്. മദ്രസയിലെ ഒരു പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ പരിപാടി കാണാന്. അപ്പൊ പോവാൻ കഴിയില്ല. ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷം. മദ്രസക്ക് പോയെന്നു ഒരു പ്രാവശ്യം പോയിട്ടുണ്ടോ മദ്രസക്ക്? കളത്തിങ്ങലും അമ്മദാജിന്റെ പരിപാടി അവിടെ പണ്ടേ കൊടുക്കും. പിന്നെ ഇവിടെ ഒക്കെ നോട്ടുമാല പ്രാവശ്യം എല്ലാവരും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. സന്തോഷം. അത്ര പറയാനുള്ളൂ. അതെ, നോട്ടുമാല കുട്ടികൾക്കും ഇടലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് ആയിരുന്നില്ല അമ്മ. നമ്മളെ പഴയ ഉസ്താദന്മാരൊക്കെ, പഴയതല്ല ഇപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം മാസമൊക്കെ പോയതല്ല, ഓരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പരിപാടി ഉഷാറായി. നിങ്ങളൊക്കെ വേണമെന്നില്ലേ? എന്നാലും നമ്മളെ ഈ സമയത്തൊക്കെ ഓർത്തിട്ടുണ്ട്. നമ്മളെ ഉസ്താദ് അഷ്റഫ് ഉസ്താദ്
നമ്മളെ കോണ്ടാക്ട് ഉണ്ട്, അത് വിടൂല, ആ ബന്ധം ഒരിക്കലും പോവില്ല. പിന്നെ ഒരു ഉസ്താദുള്ളത് നമ്മളെ നാസർ ഉസ്താദ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്. അപ്പം അല്ലേ എല്ലാവർക്കും നബിദിനാശംസകൾ, ഓണാശംസകൾ. ഓണം ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഓണം തന്നെയാണ്. അപ്പോൾ ഓണാശംസകൾ.